ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണോ? എങ്കിൽ സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് വചനം ശ്രവിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 4-7 വചനങ്ങൾ എന്ന് പറഞ്ഞ്. ജെറമ്യാ അധ്യായം 8, 4, 7 വചനങ്ങൾ. നീ അവരോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ എന്ന് പറഞ്ഞ്. വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴി തെറ്റിയവൻ മടങ്ങി വരാതെ ഇരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? പറഞ്ഞ്, എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? കണ്ടോ? വീണ്ടും വചനം നമുക്ക് പറയാം. വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. പറഞ്ഞ്, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. നിങ്ങളുടെ പറഞ്ഞ്, എന്താണ് ഞാൻ ഈ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. പറഞ്ഞ്, ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. പറഞ്ഞ്, ഞാൻ പറഞ്ഞുതരാം. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലം അറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരെക്കുറിച്ചായി പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ചാണല്ലേ? നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വേദനയോടെ യെരമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് സംസാരിക്കുന്ന സ്വരമാണ് നമ്മൾ കേട്ടത്. ഇത് നമ്മുടെ കർണപുടങ്ങളിൽ മാറ്റിൽ കൊള്ളണം. എന്താണ്? വീണവൻ എന്ത് ചെയ്യണം? വീണിടത്ത് കിടക്കുവല്ല. നമ്മൾ വീണിടത്ത് കിടന്ന എല്ലാ വിദ്യയും പ്രയോഗിക്കുന്നവരാണ്. ആ വിദ്യ കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടിയല്ലെന്നാണ് വചനം പറയുന്നത്. വീണവൻ എഴുന്നേറ്റേ പറ്റൂ. പറഞ്ഞ്, വീണവൻ എഴുന്നേറ്റേ പറ്റൂ. എഴുന്നേറ്റേ പറ്റൂ. വീണവൻ അവിടെ കിടന്ന് ഉരുണ്ടിട്ടോ അവിടെ കിടന്ന് എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടോ കാര്യമില്ല. വീണവൻ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. കുഞ്ഞുങ്ങളെ നോക്കിക്കേ. കുഞ്ഞുങ്ങളിപ്പോൾ ഇവിടെ ഒരെണ്ണത്തിലേ ഓടി നടക്കുന്നുണ്ട്. അതിപ്പോൾ എത്ര പ്രാവശ്യം വീണിട്ട് കാണുമെന്ന് അറിയത്തില്ല. എൻ്റെ മമ്മിക്കും പോലും അറിയാൻ പാടില്ല അത് എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അത് വീണെടുത്ത് കിടക്കുന്നില്ല. അതെന്ത് ചെയ്യുവാണ്? ആ കുഞ്ഞെന്ത് ചെയ്യുവാണ്? എപ്പോഴും കുഞ്ഞുങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വീണ ഉടനെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും, ആരെങ്കിലും കണ്ടോ എന്ന്. കണ്ടെന്ന് തോന്നിയാൽ ഒന്ന് കരയും, അല്ലെങ്കിലോ തന്നെ പൊടി തട്ടി ഇങ്ങ് എഴുന്നേറ്റ് പോരും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വീണെടുത്ത് കിടക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കാൻ തയ്യാറാകും. മദ്യപാനത്തിന് അടിമയായി അതിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിലിങ്ങനെ കിടക്കുക. പുകവലി ആരംഭിച്ചിട്ട് വർഷങ്ങളായി അതിലെന്ത് ചെയ്യുക? അതിലിങ്ങനെ കിടക്കുക. പിന്നെയോ ഇങ്ങനെ ചിലയിടത്ത് നമ്മളിങ്ങനെ കിടക്കുന്നുണ്ട്. ഒരിക്കലും ഒരു 85 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ കിടന്ന് എവിടെയാണെന്നറിയോ? മുറുക്കാമ്പൊതി. അതിപ്പോൾ ഉണ്ടോ സാധനം? പണ്ടൊക്കെ ഇങ്ങനെ ഇലയത്ത് വെച്ച് ഇലയത് വെറ്റില. ആ വെറ്റിലയിൽ ഇങ്ങനെ ഏതാണ്ടൊക്കെ തേച്ചിട്ട് അതിങ്ങനെ വായിലോട്ട് വെച്ചിട്ട് അതിനകത്ത് വീണ് കിടക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എന്നോട്, ഞാൻ കൃപാലയത്തിലായിരിക്കുമ്പോഴാണ്, ഒരു മോള് വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ അപ്പച്ചന് ചാച്ചന് ഒന്ന് ധ്യാനിക്കണമെന്നുണ്ട്, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്നാ കൊണ്ടുപോവാ.
എന്നിട്ട് പേരൊക്കെ എഴുതിച്ച് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, അച്ഛന് എത്ര വയസ്സുണ്ട്? 87 വയസ്സുണ്ടെന്ന് പറഞ്ഞു. 87 വയസ്സ്. അപ്പം ഞാൻ ഓർത്ത്, ഈ 87 വയസ്സ് പ്രായമുള്ള അച്ഛനോട് ഇനി ഏതെങ്കിലും ഒരു വചനം പറഞ്ഞാൽ അച്ഛനത് വല്ലതും കയറുമാവോ, എങ്ങനെയാവുമോ, ധ്യാനിക്കാൻ പറ്റുമോ? ഏതായാലും വരാൻ പറഞ്ഞു. വന്നപ്പോഴാണ് ഈ അപ്പച്ചൻ്റെ ബാഗിനകത്ത് ഈ 5 ദിവസം ധ്യാനം, ഞായറാഴ്ച തുടങ്ങുന്ന ധ്യാനം തീരുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച വരെയുള്ള സാധനം ഇങ്ങനെ പാക്ക് ചെയ്ത് സെപ്പറേറ്റ് വെച്ചേക്കുക. എന്താ? മുറുക്കാൻ. ഇത് ഓരോ ദിവസവും മുറുക്കാൻ വേണ്ടി, ഓരോ ദിവസവും വീട്ടിലെ അതേ സമയത്ത് തന്നെ അതൊക്കെ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പച്ചൻ വന്നിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടില്ല. പരിശുദ്ധാത്മാവ് പൊക്കിക്കൊണ്ട് വന്നതായിരുന്നു. ഈ അപ്പച്ചൻ ധ്യാനം തീർന്ന് പറയാണ്, എനിക്ക് ഒരു ദിവസം പോലും മുറുക്കേണ്ടി വന്നില്ല, വെറ്റില ഉപയോഗിക്കേണ്ടി വന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം കിട്ടുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വചനത്തിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവർ. ഉണ്ടോ? ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയാണ്. ഞാൻ ഇന്ന് രാവിലെ സഹോദരനോട് കാണും, ഒരു സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ മുൻപിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പക്ഷേ ഈ സഹോദരനെ ഞാൻ കാണുന്നത് ഏറ്റവും ബാക്കിലാണ്. അപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് കൈയിട്ടിട്ട് ഈ സഹോദരൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരിക. ഹല്ലേലൂയ. അപ്പം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, മാനസാന്തര അനുഭവത്തിൽ ഒക്കെ ഒരുപാട് പുറകിലായിരിക്കും. പക്ഷെ കർത്താവിങ്ങ് പിടിക്കുക നമ്മളെ. മതി, എഴുന്നേൽക്കാറായി. നിൻ്റെ ഏത് തിന്മയും, നീ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് തിന്മയിൽ നിന്നും ദൈവ പൈതലെ നിനക്ക് എഴുന്നേൽക്കാൻ സമയമായി. നീ വീണെടുത്ത് കിടക്കുക, മുറുക്കാമ്പുതിയിലും പുകവലിയിലും. ഒരിക്കലൊരു ഈ ചാച്ചനുണ്ടല്ലോ, അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അഭിഷേകം കിട്ടി. ആ ചാച്ചൻ അന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാച്ചൻ്റെ അമ്മച്ചി, ഭാര്യ, ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടപ്പരോഗിയാണ്. ഈ കിടക്കുന്ന അമ്മച്ചിയുടെ കാലൊന്നും നുവരിയല്ല, ഒരു കാലിങ്ങനെ വളഞ്ഞേ ഇരിക്കുകയുള്ളൂ. ഈ അപ്പച്ചന് ഭയങ്കര വിശ്വാസം കിട്ടി, ഭയങ്കര കൃപ കിട്ടി. അപ്പച്ചൻ എന്ത് ചെയ്തു? ഈ കാലേൽ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരഞ്ഞ് ഈ അമ്മച്ചിക്ക് വേണ്ടി കരുണക്കൊന്തയെല്ലാം തുടങ്ങി. ഹല്ലേലൂയ. കരുണക്കൊന്തയെല്ലാം തുടങ്ങി. പിറ്റേ ദിവസം മരുമകൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സിസ്റ്ററെ, ഒരു 8 വർഷമെങ്കിലും ആയിരുന്നു അമ്മച്ചിയുടെ കാലങ്ങനെ വളഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പച്ചൻ തൊട്ട് പ്രാർത്ഥിച്ചപ്പം ഇതാ കാല് നിവർന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റാൽ, വീണിടത്തുനിന്ന് എഴുന്നേറ്റാൽ ദൈവം നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. കേട്ടോ, കർത്താവിൻ്റെ ആഗ്രഹമാണത്. നിങ്ങളിങ്ങനെ കിടക്കാനുള്ളവരല്ല, നിങ്ങളിങ്ങനെ കിടക്കരുത്, നിങ്ങൾ എഴുന്നേൽക്കണം. എന്നിട്ട് വചനം പറയുകയാണ്, വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? അത് വലിയൊരു ആശങ്കയാണ്. വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ, വഴിതെറ്റിയവൻ എന്ത് ചെയ്യണം? മടങ്ങി വന്നേ പറ്റൂ. അപ്പം നമ്മൾ മടങ്ങി വരാൻ കാണിക്കുന്ന ആ വിസമ്മതത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. മടങ്ങി വരാൻ താല്പര്യമില്ലല്ലോ, മടങ്ങി വരാൻ തയ്യാറാകുന്നില്ലല്ലോ, സമയമില്ല ഉണ്ടെന്നാണല്ലോ നമ്മൾ ഇനിയും വിചാരിക്കുന്നത്. വചനം പറയുകയാണ്, എന്തുകൊണ്ടാണ്? തമ്പുരാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ ജനം, എന്നിട്ടൊരു വചനമുണ്ട് അവിടെ, ഒടുങ്ങാത്ത മത്സരത്തോടെ മറുതലിക്കുന്നത്? ആ വചനം ശ്രദ്ധിക്കണം. ഇവിടെ കാണാവോ? TV കാണാവോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സരത്തോടെ മറുതലിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിക്കുമ്പോഴുണ്ടല്ലോ, ചില പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായി. കുഞ്ഞെ, നീ എഴുന്നേൽക്കും. മതി നിൻ്റെ മദ്യപാനം, മതി നിൻ്റെ വ്യഭിചാരം, മതി നിൻ്റെ അശ്ലീല തിന്മകൾ, മതി നിൻ്റെ കണ്ണിൻ്റെ ദുരുപയോഗം എന്നൊക്കെ പറഞ്ഞ് പല തിന്മകളിൽ നിന്നും മതി, എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിസമ്മതിക്കുക. എന്തിനാ വിസമ്മതിക്കുന്നത്? ഒടുങ്ങാത്ത മത്സരത്തോടെ. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ അങ്ങ് പോയില്ലേ, എന്നിട്ട് എനിക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ ഇനി എന്നതാ പറ്റാനുള്ളത്? ഇനി ഒന്നും പറ്റാനില്ല. അതാണ് മാത്സര്യം. ദൈവത്തിൻ്റെ ഹിതത്തോട് മറുതലിക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളോട് മറുതലിക്കുക. ദൈവത്തിനൊരാഗ്രഹമുണ്ട്, നമ്മളെ രക്ഷിക്കണമെന്നൊരാഗ്രഹമുണ്ട്. നമ്മൾ നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി രക്ഷയുടെ വഴികൾ ഒരുക്കി തരികയാണ്. അപ്പോൾ ദൈവം വേദനയോടെയാണ് നമ്മളെ നോക്കിയിട്ട് പറയുന്നത്, അല്ല നമ്മളെപ്പോലെയുള്ള അനേകരെ നോക്കിയിട്ട് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒടുങ്ങാത്ത മത്സരത്തോടെ ഇങ്ങനെ മറുതലിച്ച് നിൽക്കുന്നത്? മാനസാന്തരത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? വീണ്ടും വചനം പറയുകയാണ്, അവർ സത്യമല്ല പറയുന്നത്.
എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. ഞാൻ ചെയ്തത് എന്താണ് എന്ന് പറഞ്ഞ്, ഞാൻ എന്തു ചെയ്തു, എന്തു പറഞ്ഞു, എന്താണ് എൻ്റെ ജീവിതം, എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുവനും അനുതപിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്. തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആകാശത്തിൽ പറക്കുന്ന ഞാവറൽ പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. ഉണ്ടോ? തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. അവർ പാറി പറന്ന് നടക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് കൂട്ടിലേക്ക് തിരിച്ചു വരേണ്ട സമയം അറിയാം എന്നാണ് വചനം പറയുന്നത്. എൻ്റെ ജനത്തിനാകട്ടെ എന്തിനു പറ്റുന്നില്ല? കർത്താവിൻ്റെ കൽപ്പന അറിയാൻ പറ്റുന്നില്ല. വചനം അങ്ങനെ പറയുന്നത്, എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. അതാണ് തമ്പുരാൻ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവത്തിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. അപ്പം അവിടെ വചനം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത് എവിടെയാന്ന് നോക്കിയേ, എൻ്റെ ജനത്തിന് എൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ വീണിടത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്നിടത്തുനിന്ന് തിരിച്ചു വന്ന് എങ്ങോട്ടെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജനതയായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് ഭാഷയിൽ അനുതാപത്തിന് പറയുന്നൊരു വാക്കാണ് മെറ്റനോനിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നിങ്ങൾക്ക് വചനം പങ്കുവെച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? പിടിവിടുവിക്കുന്നതിന് 3 കാര്യങ്ങൾ ചെയ്യണമെന്ന്. ആരുടെ പിടിവിടുവിക്കുന്നതിന്? സുഹൃത്തുക്കളുടെ അല്ല, പ്രിയപ്പെട്ടവരുടെ അല്ല, പിന്നെ ആരുടെയാ? സുഹൃത്തുക്കളുടെ അല്ല, പിന്നെ ആരുടെയാ? നമുക്ക് ചിലപ്പോൾ ചിലർ സുഹൃത്തുക്കളായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ആരുടെ? അത് പിശാചിൻ്റെ പിടിവിട്ട് കിട്ടാൻ 3 കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതൊന്ന് പറയാൻ പറ്റുമോ? ആ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത്? എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, 3 കാര്യവും പറയണം. പ്രാർത്ഥന വർദ്ധിപ്പിച്ചാൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സാത്താന് പേടിയാന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ചെയ്യണം പറഞ്ഞേ? എളിമ. നമുക്ക് ഈ ആഴ്ച എളിമപ്പെടാൻ വല്ല അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എളിമപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പിശാചിനെ തോൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? എന്ന് പറഞ്ഞാൽ അവൻ്റെ പിടിവിടുക. നമ്മളൊന്ന് എളിമപ്പെട്ട് കഴിയുമ്പോൾ അവൻ പിടിവിട്ടേ പറ്റൂ. നമ്മളൊന്ന് എളിമപ്പെടാതിരിക്കുന്നതോടെ വരെ അവൻ പിടി ഇങ്ങനെ മുറുക്കുക. പിന്നെ എന്താ പറഞ്ഞത്? കുരിശ് നമുക്കൊരിക്കലും ഭയപ്പെടാനുള്ളൊരു സത്യമല്ല. കുരിശ് എനിക്ക് സംരക്ഷണമാണ്, കുരിശ് എനിക്ക് ശക്തിയാണ്. ഞാൻ കുരിശിനെ ഭയപ്പെടുകയാണെങ്കിൽ ഞാൻ കുരിശിനെ ഭയപ്പെടുന്നവൻ്റെ പക്ഷക്കാരനാണ്. അതാരാണ്? കുരിശിനെ ഭയമുള്ളത് ആർക്കാണ്? സാത്താന. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ പിടിവിടുന്നത് എപ്പോഴാണെന്ന് പറയുക? സാത്താൻ്റെ പിടിവിടുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് അനുതാപ ശുശ്രൂഷയാണ്. വചനം പറഞ്ഞില്ലേ, അവർ പറയുന്നില്ലല്ലോ ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന്, തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ അനുതപിക്കുന്നില്ലല്ലോ. അപ്പം ഈ അനുതപിക്കുന്നവരുടെ മേൽ പിശാചിന് ഒരിക്കലും പിടിമുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതം നയിക്കുന്ന ആത്മായരാണേലും സിസ്റ്റേഴ്സ് ആണേലും വൈദികരാണേലും അവരെന്ത് ചെയ്യും? അനുതാപം ഉള്ളിലുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കും. ഹല്ലേലൂയ. അനുതാപം ഉള്ളിൽ കിട്ടുമ്പോഴാണ് നമുക്ക് കുമ്പസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. ആ കുമ്പസാരത്തിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ കുമ്പസാരത്തിലൂടെ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുക. ഇന്ന് ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം എനിക്ക് കാണിച്ചു തന്ന ഇതാണ്. നിങ്ങൾ കണ്ടിട്ട് ഈ ചെടിയൊക്കെ നനയ്ക്കുന്ന പൂവാലിയുള്ള ഒരു സാധനം ഇങ്ങനെ ഇരിക്കുമോ അതിൻ്റെ, അല്ലേ? എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു അരിപ്പ പോലെയുള്ളൊരു സാധനത്താണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ? അരിപ്പ പോലെയുള്ളൊരു സാധനം കാണും. അതിങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിലൂടെ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ടല്ല, ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പല തുളയക്കൂടെ വരുന്നത് കൊണ്ട് നല്ല ചെടിക്കൊരു അപകടം വരാത്ത രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പം കർത്താവ് ഇങ്ങനെ അങ്ങനെയുള്ളൊരു പൂവാലി ഉപയോഗിച്ച് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇങ്ങനെ ജലം വിതറുന്നത് കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ വചനമുണ്ട് പ്രിയപ്പെട്ടവർ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ, ഒന്ന് കുട്ടി വായിച്ചേ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ശുദ്ധജലം എന്താ?
തളിക്കുന്ന ഹൃദയത്തിലേക്ക് തളിക്കുന്ന ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും ആ ശുദ്ധജലം വഴി നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ആ കാണിച്ചു തരുന്ന ദർശനം എന്ന് പറയുന്നത് എല്ലാവരുടെയും കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വരുന്നവരെല്ലാവരുടെയും ഹൃദയത്തെ ആരാ വിശുദ്ധീകരിക്കുന്നത്? ദൈവം തന്നെയാണ് വിശുദ്ധീകരിക്കുന്നത്. അത് തമ്പുരാൻ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ശുദ്ധീകരിക്കും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. നമ്മുടെ ഹൃദയത്തിൽ ചില വിഗ്രഹങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ചിലർക്കത് മദ്യപാനമായിരിക്കാം, ചിലർക്കത് പുകവലിയായിരിക്കാം, ചിലർക്കത് ദ്രവ്യാഗ്രഹമായിരിക്കാം, ചിലർക്കത് എന്തെങ്കിലുമൊക്കെ ചില വിഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നിട്ട് വചനം പറയുകയാണ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ. ആർക്കാ പുതിയ ഹൃദയം നൽകുന്നത്? തിരിച്ചു വരുന്നവർക്ക്, അനുദപിക്കുന്നവർക്ക്, സാത്താൻ്റെ പിടി വിടിയിക്കാൻ തയ്യാറുള്ള എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സാത്താൻ്റെ പിടി വിടട്ടെ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നവരുന്ന് വലത്തുകര ഉയർത്തിക്ക്. എല്ലാവരും കൈപൊക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പറയാണ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. അതായത് ശിലാഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് നെഞ്ചിൽ, ചിലരുടെ നെഞ്ചിൽ എന്താണുള്ളത്? കല്ല. ഈ നെഞ്ച് കല്ലായി മാറുന്ന എപ്പോഴാണെന്നറിയാമോ? മാംസളമായ ഹൃദയം കല്ലായി മാറുന്നത് അതെപ്പോഴാണ്? നമ്മളെ അനുതാപമില്ലാതെ വീണിടത്ത് തന്നെ അങ്ങനെ കിടക്കുമ്പോൾ, വഴി തെറ്റിയിട്ടും തിരിച്ചു വരാൻ തയ്യാറല്ലാതെ വഴി തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് മുന്നോട്ട് പൊക്കുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് എവിടെവാ ഈ നെഞ്ച് കഠിനമാവും. ഹല്ലേലൂയ. ഹൃദയം കഠിനമാവും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുകയാണ്, നിന്റെ ശരീരത്തിൽ നിന്ന് ഈ ശിലാഹൃദയം എടുത്തു മാറ്റും. ഹല്ലേലൂയ. അതായത് വേനൽക്കാലത്തൊക്കെ നോക്കിയേ, നമ്മൾ എപ്പോഴും ചവിട്ടി നടക്കുന്ന സ്ഥലത്തെ മണ്ണൊക്കെ കിളച്ചിളക്കാൻ പറ്റുമോ? തൂമ്പ കൊണ്ടൊക്കെ വിഷമമാണ്. പിന്നെ വല്ല പിക്കാസൊക്കെ ഉപയോഗിച്ചാൽ അറിയാം, അതിങ്ങനെ കിളച്ച് പറിക്കാൻ ഇച്ചിരി വിഷമമാണ്. ഇതുപോലെ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് പാടാം. അപ്പോൾ ഇത് ആര് ചെയ്യും? പരിശുദ്ധാത്മാവ് ചെയ്യും. ഈ ശുദ്ധജലം. പിന്നെ നമ്മൾ ആ മണ്ണിളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? വെള്ളം ഒഴിക്കും അല്ലേ? കുറേ ദിവസം വെള്ളം ഒഴിച്ച് ഈ വെള്ളം ഇറങ്ങി ആ മണ്ണ് ലൂസാകും. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം കർഷകരല്ലേ? ആ മണ്ണ് ലൂസാകും. ആ ലൂസായ മണ്ണ് നമ്മളൊരു തൂമ്പ കൊണ്ടോ പിക്കാസ് കൊണ്ടോ കുത്തിയ പെട്ടെന്ന് അങ്ങോട്ട് ഇളകും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ശുദ്ധജലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് തന്നെ അത് മാംസളമായി മാറും, മണ്ണൊക്കെ ഇളകാൻ തുടങ്ങും. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അവിടെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ചിലരിങ്ങനെ കുറച്ചും കൂടെ സമയമെടുക്കും. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട്. വീണ്ടും വചനം പറയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അതെ, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ഉറങ്ങാത്തവരെല്ലാം വലത്തേർ ഉയർത്തി എന്ന് പറയാമോ? അതെ, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ ലക്ഷ്യമെന്ന് അറിയുന്നില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലും ഒത്തിരി പേര് മരിച്ചുപോയി, ഇന്നും കുറേ പേര് മരിക്കും അല്ലേ? ഉറപ്പായിട്ടും അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നവരെ നാളെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന് ഒരുറപ്പുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ കർത്താവ് നമുക്ക് എന്താണ്? അവിടുത്തെ നിസ്സീമമായ കരുണയാണ് നമ്മുടെ ഓരോ ദിവസവും എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരാത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ ആത്മാവിനെ അനുതാപത്തിൻ്റെ അഭിഷേകത്തിലൂടെ കൊണ്ടുവന്ന് രക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു ആത്മാവാക്കി മാറ്റുന്നത് ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിലൂടെയാണ്. അപ്പോൾ അതിനുള്ള അവസരം ദൈവം നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വലിയൊരു അവസരമാണ്, വലിയൊരു കൃപയാണ്. വചനം പറയാം, കരുണ. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സഹിഷ്ണുതയാണ്, ദൈവത്തിൻ്റെ ക്ഷമയാണ്. എന്ത് നിനക്ക് അനുതാപത്തിലേക്ക് വരാൻ കിട്ടുന്ന അവസരങ്ങൾ. ഈ അവസരങ്ങളെ നീ നിസ്സാരമാക്കരുത്.
ഈ അവസരങ്ങളെ നീ നിസ്സാരമാക്കരുത്. നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ടില്ലേ, നീ എന്തുകൊണ്ടാണ് നീ ഇത് നിസ്സാരമായിട്ട് കരുതുന്നത് കൊണ്ടാണ് നീ മറുതലിക്കുന്നത്, നീ മത്സരിക്കുന്നത്, നീ വീണെടുത്ത് കിടക്കുന്നത്, നീ വഴിതെറ്റിയെന്ന് അറിഞ്ഞിട്ട് നീ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മതി, ഈ സുഖത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് നീ ചിന്തിക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. വചനം വീണ്ടും പറയാണ്, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവം. ഇന്ന് എന്ന ദിവസം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നതിന് മുൻപിലുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരുണയിലൂടെ രക്ഷപ്പെടാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയിലൂടെ രക്ഷപ്പെടാനായിട്ട് തയ്യാറാകണം. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ കുടിയാമലയിലുള്ള ജോയിച്ചേട്ടൻ മരിച്ചുപോയ, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ജോയിച്ചേട്ടൻ ഇവിടെ വന്നിരുന്ന ജോയിച്ചേട്ടനും ഭാര്യയും അവർ രണ്ടുപേരും കൂടെ ഒരുപാട് സമയം എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരുന്നു. അവരുടെ സകല കാര്യങ്ങൾ, അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും ഇങ്ങനെ പങ്കുവെച്ചു. ഒരുപാട് സന്തോഷത്തോടെ ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെയും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പങ്കുവെച്ച് സംസാരിച്ചു. കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ ഒരു വാട്സപ്പിലൊരു ഫോട്ടോ വരികയാണ്. ഈ ജോയിച്ചേട്ടൻ്റെ ചരമറിയിപ്പ്. ഞെട്ടിപ്പോയി, വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ, അദ്ദേഹം ഈ അല്പമെങ്കിലും സമയം കിട്ടിയാൽ അദ്ദേഹം ഭാര്യയും കൂടെ നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ കിട്ടുന്ന സമയം എപ്പോഴാണോ ആ സമയം നോക്കി അവർ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരുന്ന് ആരാധനയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ദൈവത്തിൻ്റെ ആ വിളി, ദൈവത്തിൻ്റെ ആ സ്വരം, ദൈവത്തോട് ചേർന്ന് അങ്ങ് ജീവിച്ച് പോകണം നമ്മൾ. അത് ഉറപ്പാണ്. കാരണം നമുക്ക് സമയം ഇനി എത്രയുണ്ടെന്ന് അറിയുന്നില്ല. പറഞ്ഞില്ലേ, മീവൽ പക്ഷിക്ക് കൂടും, അവർ പക്ഷിപ്പറവുകൾക്ക് പോരും, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഏതൊരു ജീവിക്ക് പോലും സമയമറിയാം, കാലത്തിൻ്റെ സമയമറിയാം. നമ്മളും കാലത്തിൻ്റെ സമയമറിയാൻ സമയമായി, അല്ലേ? ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളിൽ നിന്നും സമയത്തിൻ്റെ പ്രത്യേകതകൾ അറിയാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള സമയമായി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്നെ അനുതാപത്തിലേക്ക് നീ ഇനി അനുതപിക്കണം. അനുതപിക്കുന്നത് വഴി മാത്രമേ പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് പിശാചിൻ്റെ അടിമത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടുകയുള്ളൂ, പിശാചിൻ്റെ പിടിവിടുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആയുധങ്ങളുമായിട്ട് നടക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു. ഈ പിശാചിനെതിരെയുള്ള ആയുധം എന്ന് പറയുന്നത്, യുദ്ധതന്ത്രം എന്ന് പറയുന്നത്, നിസ്സാരമെന്ന് തോന്നുന്ന പാപത്തെ പോലും മുന്നിൽ കൊണ്ടുവരാൻ, ഇത് തെറ്റിപ്പോയി, പറഞ്ഞു തെറ്റിപ്പോയി, ചെയ്ത് തെറ്റിപ്പോയി എന്നൊന്ന് ചിന്തിച്ച് അനുദപിക്കാനുള്ള കൃപയാണത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഇതുണ്ടോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20 നമ്മളിങ്ങനെ വായിക്കുക. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. എവിടെ വെച്ചാണ് കണ്ടത്? ദൂരെ വെച്ച് തന്നെ. അവൻ എഴുന്നേൽക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോഴേ അപ്പൻ അത് കണ്ടു, പിതാവ് അത് കണ്ടു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? പിതാവ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ പിതാവ് അവനെ എന്ത് ചെയ്തു? അവൻ പിതാവ് മനസ്സലിഞ്ഞോടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് അനുതാപത്തോടെ എത്തുന്ന ഏതൊരു പാപിക്കും കിട്ടുന്ന ആ അനുഭവമാണ് ഈ ധൂർത്തപുത്രന് കിട്ടിയത്. ഈ ധൂർത്തപുത്രൻ്റെ പിതാവെന്ന് പറയുന്ന ദൈവപിതാവിൻ്റെ പ്രതിനിധിയാണ്. ധൂർത്തപുത്രൻ എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അനുദപിക്കുന്ന ഒരു വ്യക്തി അനുദപിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം അത് കാണുകയാണ്. ഈ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അവൻ അപ്പൻ്റെ കൂടെ വീട്ടിലായിരുന്നൊരു സമയം, ആ ബന്ധങ്ങളുടെ ഊഷ്മളതയെല്ലാം ഭംഗിയായിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചൊരു കാലഘട്ടം, അപ്പൻ്റെ സകല സമ്പത്തും സമൃദ്ധിയും അനുഭവിച്ച് ജീവിച്ചൊരു കാലഘട്ടം. പക്ഷേ എല്ലാ അനുഭവം അവനുണ്ടായിരുന്നെങ്കിലും അവന് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹവും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു, ലോകസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദാഹവും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു തലം. 2ാമത്തെ തലം എന്ന് പറയുന്നത്, ഈ അപ്പൻ്റെ സാന്നിധ്യം വിട്ട്, വീട് വിട്ട്, പ്രതിഭവനം വിട്ട്, അപ്പൻ്റെ സകല സംരക്ഷണം വിട്ട്, സ്വത്തും എല്ലാം മേടിച്ച് അവൻ പോയതിന് ശേഷം അവൻ അനുഭവപ്പെടുന്നതാണ്. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു, അവൻ്റെ സകല സന്തോഷങ്ങളും നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം അവന് വീണ്ടും തിരിച്ചെടുക്കുന്ന എപ്പോഴാണ്? അവൻ്റെ ഒരൊറ്റ തീരുമാനത്താലാണ്. അവൻ്റെ ഒറ്റ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇനിയും ഈ പന്നിക്കൂട്ടിൽ കിടക്കേണ്ടവനല്ല, ഇനി ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഇനി ഞാൻ ഈ പാപത്തിൽ തുടരേണ്ടവനല്ല, ഞാൻ എഴുന്നേറ്റേ പറ്റൂ. ഞാൻ എഴുന്നേറ്റ്
എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള വളരെ കൃത്യമായി ബോധ്യമുള്ളൊരു മനുഷ്യനായിരുന്നു ആ ധൂർത്തപുത്രൻ. അവൻ വേറെ എങ്ങോട്ടുമല്ല പോയത്, വേറൊരു പവൻ്റെ അടുത്തേക്കല്ല പോയത്, വേറൊരു ദേശത്തേക്കല്ല പോയത്. അവൻ എത്തിയത് ആബായുടെ ഹൃദയത്തിലേക്കാണ്, അപ്പൻ്റെ ഹൃദയത്തിലേക്കാണ് അവൻ എത്തിയത്. അപ്പൻ്റെ ഹൃദയത്തിലേക്ക് അവൻ എത്തിയപ്പോഴാണ് ഈ അപ്പൻ്റെ ആ പ്രതിസ്നേഹത്തിൻ്റെ ആശ്ലേഷം അവന് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ തിന്മയും ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:20 നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്. എന്താണ് ആ വചനം? എബ്രാഹിം പേര് ചൊല്ലി വിളിക്കുക. വീണിടത്തുനിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്ന ഏതൊരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പേര് ചൊല്ലി ദൈവം വിളിക്കുക. എന്താ വിളിക്കുന്നത്? എബ്രാഹിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. അങ്ങനെ വചനം പറയുന്നത്, എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. അപ്പൻ്റെ ഹൃദയം, ആബായുടെ ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുടിക്കുക. എന്നിട്ട് വചനം പറയുകയാണ്, എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നി. നമ്മൾ ഏത് ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നത്? ദൈവകരുണയുടെ ശുശ്രൂഷയിലാണ്. അപ്പം ദൈവകരുണയുടെ ശുശ്രൂഷ കർത്താവ് ഈ ദേശത്തിന് വേണ്ടി ഇങ്ങനെ ഒരുക്കി തരുമ്പോൾ ഈ ദേശത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതം 16:1 പറയുന്നില്ലേ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്ര. ഞാൻ ഇന്നലെ ജോയിച്ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണിത്. ദൈവമേ, എന്തെല്ലാം പദ്ധതികളും പ്ലാനുകളും അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു, പക്ഷേ മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം നടപ്പാകുന്നത് അതാണ്. മനുഷ്യൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു, ഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം അത് കർത്താവിൻ്റെതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്ലാനുകളും പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, അന്തിമമായ തീരുമാനം ആരുടേതാണ്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുവോ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുവോ? അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റിനായോട് ഈശോ പറയുന്ന കാര്യമുണ്ട്, എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം, അതായത് ഒരു ആത്മാവ് ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട മകൻ എബ്രാഹിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, നീ എൻ്റെ ഓമനക്കുട്ടൻ, ദൈവത്തിൻ്റെ ഒരു ഓമനക്കുട്ടൻ, ദൈവത്തിൻ്റെ ഒരു വത്സലഭാചനം, ഇങ്ങനെ മടങ്ങി വരാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്ന പറയുന്നത്? എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷത്താൽ നിറയുന്നു. ഹല്ലേലൂയ. ബലഹീനനായതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിലെടുത്ത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുമ്പസാരക്കൂട്ടിൽ സംഭവിക്കുന്നതാണിത്. നമ്മൾ പാപങ്ങളേറ്റു പറഞ്ഞ് അനുദപിച്ച് കഴിയുമ്പോൾ ഈശോ തൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ നിന്ന് നമ്മളെ ഓരോരുത്തരുടെയും നമ്മുടെ ആത്മാവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. പിതാവ് നമ്മളെ ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സന്തോഷിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഒന്നോർക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അനുതാപിയെ ഈശോയുടെ ഹൃദയത്തിലേക്ക് അടുക്കണം. അടിന ഭാവി നീതീകരിക്കപ്പെടുന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താലാണ്. ഈശോ പ്രകാരം പറയുന്നത്, എൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ലെന്ന്. ദൈവത്തിൻ്റെ കാരുണ്യം, ഒരു പാപിയോടുള്ള അനുതാപം ആവശ്യമായിട്ടുള്ള, രക്ഷ ആവശ്യമായിട്ടുള്ള, ദൈവത്തിൻ്റെ കാരുണ്യം ആവശ്യമായിട്ടുള്ള ഒരു പാപിയോട് ദൈവത്തിൻ്റെ കരുണ അവസാനിക്കുന്നില്ലെന്ന് നീ പറയണം. പാപി എൻ്റെ അടുക്കൽ വരുന്നതിൽ ശങ്കിക്കാതിരിക്കട്ടെ. കരുണയുടെ വാതിലിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവൻ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. കരുണയുടെ വാതിലൂടെ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്, ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ വാതിലിലാണ്, ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളിലാണ്. പക്ഷേ മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, ഒരിക്കലും അത് സംഭവിക്കാതിരിക്കുകയല്ല, മരിച്ചേ പറ്റൂ അല്ലേ? ആ ഒരു നിമിഷം അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എപ്പോഴാണെന്ന് മാത്രമേ നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ, എങ്ങനെയാണെന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ മരണം വരെയുള്ള സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിലാണ്. അപ്പം ആ കരുണയോട് നമ്മൾ നിസ്സഹരിക്കുമ്പോൾ, മറുതലിക്കുമ്പോൾ, അത് നിസ്സാരമായി നമ്മൾ കരുതുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നീതിയുടെ കരങ്ങളിലേക്ക് മാറ്റപ്പെടും. നീതി എല്ലാത്തിനും ശിക്ഷ കിട്ടുന്നൊരു അനുഭവം. അല്ലെങ്കിൽ ദൈവം നമ്മുടെ തെറ്റുകളെയെല്ലാം തൻ്റെ കരുണയാൽ നീതീകരിക്കുക. തൻ്റെ നിസ്സീമമായ കരുണയാൽ നമ്മൾ ചെയ്തു പോകുന്ന ഏത് പാവവും നീതീകരിച്ച് നിത്യരക്ഷയ്ക്ക് യോഗ്യതയുള്ള ഒരാത്മാവാക്കി ദൈവം നമ്മളെ മാറ്റുക.
വലത്തേറുമീർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമീർത്തി ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വർഗ്ഗ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ ഒരു ചിന്തയാണ്, ഇനിയും സമയം കിട്ടും, ഇപ്പോൾ വേണ്ട, ഇതൊന്നും സാരമില്ല, ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല, അല്ലേ 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 പലരും കുമ്പസാരത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പേര് കുമ്പസാരത്തെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിൽ കുമ്പസാരം ഇങ്ങനെ അവഗണിച്ച് കളയുന്നുണ്ട്. കുമ്പസാരം ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി കാരുണ്യം സ്വീകരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷയെ നമ്മൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി, ആ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ അകന്നിരിക്കാൻ വേണ്ടിയിട്ട് പിശാച് അതിനുള്ള അവസരങ്ങൾ ഒരുക്കും. അപ്പോൾ കർത്താവ് ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇനിയും സമയം കിട്ടും, ഇപ്പോൾ വേണ്ട, ഇതൊന്നും സാരമുള്ള കാര്യമല്ല, ഇതൊന്നും കുഴപ്പമുള്ള തെറ്റുകളല്ല. ഇപ്പം ഞാനൊന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചതുകൊണ്ട് ഈ തെറ്റിനെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനുഷ്യനായ കുറവുകളൊക്കെ ഉണ്ടാവും, കുറവുകളില്ലാത്തതായിട്ട് ആരാണ് ഉള്ളത്? അതുകൊണ്ട് സാരമില്ല. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം പറ്റൂ, ഇതല്ലാതെ വേറൊന്നും പറ്റിയേല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ ചെയ്യുന്നതൊന്നും സാരമില്ല എന്നുള്ള ഒരു ചിന്ത അപ്പം നമുക്ക് അനുദപിക്കാൻ പറ്റാതെ വരും. അനുതാപം ബുദ്ധിപരമായിട്ടുള്ളൊരു അനുഭവം, ബുദ്ധിപരമായ അനുതാപമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റ് അംഗീകരിക്കുന്നതാണ് ഈ ബുദ്ധിപരമായ അനുതാപം എന്ന് പറയുന്നത്. തെറ്റാണെന്ന് മനസ്സിലാക്കുക, ശരി തിരഞ്ഞെടുക്കുക, അതാണ് ബുദ്ധിപരമായിട്ടുള്ള അനുതാപം എന്ന് പറയുന്നത്. അനുതാപം വൈകാരികമാകാം, ബുദ്ധിപരമാകണം, വൈകാരികമാകണം. ബുദ്ധിപരം എന്ന് പറയുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് ഞാൻ തുടരാൻ പാടില്ല, ഇതിനെ ഞാൻ ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് അനുദപിക്കാൻ പറ്റുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു അനുതാപം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അനുതാപം വൈകാരികമാണ്. വൈകാരികം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുതാപം ഉണ്ടെങ്കിൽ അത് പ്രകടമാകും. നമുക്കറിയത്തില്ലേ, പത്രോസ് ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ പറഞ്ഞിരുന്ന വചനം ഓർത്തിട്ട് പത്രോസ് എന്ത് ചെയ്തു? കരഞ്ഞു, നെടുവീർപ്പിട്ട് കരഞ്ഞു, സങ്കടപ്പെട്ട് കരഞ്ഞു. ദൈവമേ, ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തല്ലോ, പാവം ചെയ്തല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നോർത്ത് കരഞ്ഞു കണ്ണുനീരോടെ. അതാണ് വൈകാരികമായിട്ടുള്ള അനുതാപം. പാവബോധം ഉണ്ടായാൽ, അനുതാപം ഉണ്ടായാൽ നമ്മൾ കണ്ണുനീരോടെ നമ്മുടെ പാവങ്ങളോർത്ത് കരയും. പാവങ്ങളോർത്ത് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:7-5 നമ്മൾ വായിക്കുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. എപ്പോൾ ഓർമ്മിച്ചു? തള്ളിപ്പറഞ്ഞ ഉടനെ ഓർമ്മിച്ചു. അപ്പോൾ പുറത്തു പോയി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഹൃദയം നൊന്ത് കരഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു തീരുമാനം, ചെയ്തതിനെയൊക്കെ ന്യായീകരിച്ച് കാണാതെ ചെയ്ത് തെറ്റാണെന്നുള്ളത് അംഗീകരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. പൗലോസ്ലീഹയുടെ വാക്കുകളാണത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ശരിയായ പശ്ചാത്താപം എന്ന് പറയുന്നത് പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതാണ്. പാപത്തിന് നമ്മളതിന് പാപം ചെയ്യുന്നതിന് കാരണമാകുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങളിൽ നിന്ന് പോലും വിട്ടുമാറുന്നതാണ്. ഇപ്പം മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, മദ്യപാനത്തിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം എന്നും കിടക്കുന്ന കള്ളുഷാപ്പിലാണെങ്കിലോ എളുപ്പമാണോ മദ്യപാനം നിർത്താനായിട്ട്? കള്ളുഷാപ്പിൽ കിടക്കുകയും ചെയ്യണം, മദ്യപാനം നിർത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, ചില തെറ്റായ ബന്ധങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഇനി വിട്ടുപോരണമെങ്കിൽ ആ സാഹചര്യം പോലും നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം നമുക്ക് നോക്കാം. 3-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങൾ. അവിടെ ഇപ്രകാരം പറയുകയാണ്, ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ പാവം എന്താ? ജനക്കൂട്ടമല്ല ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുദപിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവരെന്താ പറഞ്ഞു കൊടുത്തത്? 2 ഉടുപ്പുള്ളവൻ
ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പങ്കുവയ്ക്കലിൻ്റെ ഒരു ജീവിതം, പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും ഞാൻ സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം? ചുങ്കക്കാർ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ പാവാവസ്ഥ അനുദപിക്കേണ്ട കാര്യങ്ങൾ, മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ ഒക്കെ ഓരോ രീതിയിലാണ്, ഓരോ തരത്തിലാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെ പങ്കിടാൻ പറ്റാത്തതായിരിക്കാം. നമ്മളോർത്ത് ഈ വിടുതൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നറിയാവോ? ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു വിടുതൽ ശുശ്രൂഷ അനുഭവിച്ച, വിടുതൽ നേടിയ ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ. ആ വ്യക്തിയുടെ പേര് പറയാമോ? പലരും ഉണ്ട്, എങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ആദ്യം ഈ വിടുതലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ എത്തിച്ചത്, വിടുതലെന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആദ്യം വന്ന ഒരു ആഗ്രഹം. എന്തായിരുന്നു ആഗ്രഹം? എനിക്ക് ഈശോയെ കാണണം, എനിക്ക് ഈശോയെ കാണണം. കാരണം കേട്ടിട്ടേ ഉള്ളൂ ഈശോയെക്കുറിച്ച്. എനിക്ക് ഈശോയെ കാണണം, ഈശോയെ കാണണമെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? അതിനു വേണ്ടി വചനം പറയുന്നു, അവൻ മുൻപേ ഓടി. ഹല്ലേലൂയ. നമ്മളൊക്കെ അങ്ങനെയാ, ഈശോയെ കാണാൻ വേണ്ടി മുൻപേ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. അവൻ മുൻപേ ഓടി, അവിടെ തുടങ്ങി അവൻ്റെ വിടുതൽ. ഈശോയെ കാണാനുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ തന്നെ അവന് വിടുതൽ തുടങ്ങി. ആ വിടുതൽ കിട്ടിയതിൻ്റെ അടയാളമാണ് അവന് മുൻപേ ഓടാൻ പറ്റിയത്. അവന് ഓടി. എന്നിട്ടോ ഒരു വിധത്തിലും ഈശോയെ കാണാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും അവനില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ തന്നെ, ആ വ്യക്തി തന്നെ ഈ വിടുതൽ കിട്ടാൻ ആവശ്യമായി ഈശോയെ ഒന്ന് കണ്ടാൽ വിടുതൽ കിട്ടും, ഈശോയെ ഒന്ന് കേട്ടാൽ, ഈശോയെ ഒന്ന് അനുഭവിച്ചാൽ, ഈശോയുടെ സാന്നിധ്യം ഒന്ന് കാണാൻ പറ്റിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച ആ മനുഷ്യന് ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുകയാണ്. എന്താണ്? ആ സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ഹല്ലേലൂയ. ഇനി ജനക്കൂട്ടം നിമിത്തം അവനെ ഒന്ന് കാണാൻ പറ്റാതെ പോയാൽ മുകളിലിരുന്നെങ്കിലും താഴോട്ടൊന്ന് നോക്കി ഒരു നോട്ടം, ഒരു കാണൽ, ഒരു ദർശനം ഒന്ന് അനുഭവിക്കാമെന്ന് കരുതി. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സന്ദേശമാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. നമ്മൾ വെറുതെ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ കണ്ടുമുട്ടാൻ, യേശു തരുന്ന വിടുതൽ അനുഭവിക്കാൻ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയേ, ഇന്ന് ഇവിടെ വന്നിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്? ആണോ? അതെ. നമുക്കെല്ലാവരും തിരക്കുള്ളവരാ. ഇവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് ഒരു പണിയില്ലാത്തവരല്ല, ഇഷ്ടം പോലെ പണിയും തിരക്കുകളും ഉള്ളവരാ. പക്ഷേ നമ്മൾ അതിനേക്കാളെല്ലാം വില കൊടുത്തു അവനെ ഒന്ന് കാണാൻ, മുൻപിലേക്കൊന്ന് ഓടാൻ, മുൻപിലേക്കൊന്ന് ഇറങ്ങാൻ, അനേകരെ കൂട്ടിക്കൊണ്ട് ഓടാൻ, അനേകരെ കൂട്ടിക്കൊണ്ട് വരാൻ നമ്മളൊരു വില കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രമീകരണങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ യേശു വരുന്ന വഴിയിലേക്ക് എത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഞാനാ. സക്കേവൂസിൻ്റെ ഭാര്യയല്ല തീരുമാനിച്ചത്. സക്കേവൂസിന് വേണ്ടി തീരുമാനമെടുത്തത് സക്കേവൂസിൻ്റെ കൂട്ടുകാരല്ല, ഭാര്യയല്ല, മക്കളല്ല. പുള്ളി തന്നെയാണ് തീരുമാനമെടുത്തത്. അവൻ കടന്നു പോകുന്ന വഴിയിൽ എനിക്ക് എത്തണം, അവനെ ഒന്ന് തൊടണം, അവനെ ഒന്ന് കാണണം. അത് തീരുമാനമെടുത്തത് ആരാണ്? സക്കേവൂസ് തന്നെയാണ്, ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ വിടുതൽ വേണോ വേണ്ടയോ അത് തീരുമാനമെടുക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വിടുതൽ കിട്ടിയ ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ കാരണം, സക്കേവൂസ് ഒരൊറ്റ നോട്ടം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ സക്കേവൂസിനെ ഈശോ വിളിച്ച് താഴെ ഇറക്കിയിട്ട് പറഞ്ഞത് എന്താ? ഇവിടെ ഇരിക്കടാ, നമുക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിശ്ചരം വർത്താനം പറഞ്ഞിട്ട് പോകാമെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടാനല്ല എനിക്കിഷ്ടം, എനിക്ക് എങ്ങോട്ട് വരണം? നിന്റെ വീട്ടിൽ വരണം. ഹല്ലേലൂയ. അതൊരു പ്രത്യേകതയാണ്. ഒരു വഴിയിൽ നിന്ന് വർത്താനം പറയുന്ന പോലെയാണോ ഒരാളുടെ വീട്ടിൽ പോയി നമ്മൾ വർത്താനം പറയുന്നത്? ആണോ? അല്ല. അതിന് ബന്ധങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഉണ്ടോ? അപ്പോൾ ഈശോ ആ മനുഷ്യനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, വീട്ടിൽ പോയൊരു ബന്ധം സ്ഥാപിക്കുക.
അപ്പോൾ ആ നിമിഷമാണ് ഈ സക്കേവൂസിന് വിടുതൽ കിട്ടുന്നത്. എന്ത് വിടുതലാണ് കിട്ടിയത്? സക്കേവൂസ് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നല്ല പറയുന്നത്, പുകവലിയിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നല്ല പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? സക്കേവൂസ് പറയുന്നത് എന്താ? ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി കൊടുത്തുകൊള്ളാം. ഹല്ലേലൂയ. നയാ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ അതിനിഷ്ടമില്ലാത്ത മനുഷ്യരാണ് നമ്മൾ, അല്ലേ? അല്ലേ? ആണോ? അതെ, പ്രത്യേകിച്ചും ദൈവത്തിന് വേണ്ടിയിട്ട്. അപ്പം സക്കേവൂസിൻ്റെ ജീവിതത്തിൽ വന്ന വിടുതലം നോക്കി. അപ്പം സക്കേവൂസിൻ്റെ ഏറ്റവും വലിയ ബന്ധനം എന്ന് പറയുന്നത് ദ്രവ്യാശക്തിയായിരുന്നു. ഈ പണമൊക്കെ ഏതെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ, ഞാൻ അനുഭവിക്കുന്നെങ്കിൽ, എൻ്റെ മക്കൾ അനുഭവിക്കുന്നെങ്കിൽ പോട്ടെ, അത് പകുതിയും പോട്ടെ. ഒരു നിശ്ചിത എമൗണ്ടൊന്നും പറയുന്നില്ല, എനിക്കുള്ള സ്വത്തിൻ്റെ പകുതിയും. അവിടെയാ വിടുതൽ. ഹല്ലേലൂയ. കാരണം ആ പണത്തിൻ്റെ ആസക്തി മൂലം, ദ്രവ്യാശക്തി മൂലം പിശാചിൻ്റെ പിടിയിലായിരുന്നു സക്കേവൂസ്. പക്ഷേ ആ ചങ്ങലയങ്ങ് അഴിഞ്ഞു, ആ ചങ്ങലയങ്ങ് അഴിഞ്ഞു. ഹല്ലേലൂയ. വിടുതൽ കിട്ടിയോ? ആ മനുഷ്യന് വിടുതൽ കിട്ടിയോ? വിട്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുക. ഈശോ കടന്നു വരുമ്പോൾ ഈ വിടുതൽ സക്കേവൂസിന് ആ പണത്തിൻ്റെ മേഖലയിലായിരുന്നു, ദ്രവ്യശക്തിയായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ വേറെ മേഖലയിലായിരിക്കും. നമ്മൾ എന്തെല്ലാം നമുക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചാലും നമുക്കിതുമെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇതിൻ്റെ എല്ലാം അടിമത്തം വഴി ഒരു പൈശാചിക ചങ്ങലയിൽ കിടക്കാമെന്നുള്ളതല്ലാതെ ഒരു ഫലവും നമുക്കതിലൂടെ ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് പ്രാർത്ഥിക്കണം നമ്മൾ. ഈശോയെ, എനിക്ക് വിടുതൽ തരണം. ഈ സക്കേവൂസിനെ പോലെ എൻ്റെ സ്വത്തിൻ്റെ പകുതി പോലും അത് എനിക്കറിയിക്കാത്തതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എനിക്ക് അവകാശപ്പെടാത്തതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടുന്നെങ്കിൽ, എനിക്ക് അവകാശപ്പെടാത്തതാണ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, അതൊന്നും എൻ്റെ തലമുറ അനുഭവിക്കുകയില്ല, അനുഗ്രഹമാകുകയില്ല. അതാണ് അനുഗ്രഹം പ്രാപിക്കാനും ഐശ്വര്യം പ്രാപിക്കാനും സാധിക്കത്തക്ക തരത്തിൽ ഒരു വിടുതൽ. ഹല്ലേലൂയ. ഒരു വിടുതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഈശോയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവ് ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കണ്ടുമുട്ടുന്നൊരു ദൈവം എന്ത് വലിയ കരുണയാന്ന് നോക്കിയേ. അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ കണ്ടുമുട്ടി അവനുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ച് അവന് വിടുതൽ കൊടുത്ത് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന തമ്പുരാൻ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടിൽ വന്ന് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാന്നിധ്യ അനുഭവമാണ്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് പോലെയല്ല വീട്ടിൽ വന്ന് കണ്ടുമുട്ടുന്നത്. അത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടുക, ഇങ്ങനെ തുടരുക. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.